LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസമുണ്ട് നമ്മുടെ ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും, ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? നന്ദഗോവിന്ദൻ ഭജൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നന്ദഗോവിന്ദൻ ഭജൻസിനെ കുറിച്ച് ഉള്ളൊരു വീഡിയോ. ആ വീഡിയോയിൽ നമ്മൾ നന്ദഗോവിന്ദൻ ഭജൻസിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് വേറെ പല ടീമും വന്നിട്ടുണ്ട്. അവരാണെങ്കിൽ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭജന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്തി മാർഗത്തിലുള്ള ഒരു പ്രോഗ്രാമിനെ കൈകാര്യം ചെയ്യുന്നത് എന്നായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വീഡിയോ കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതേ നന്ദഗോവിന്ദൻ ഭജൻസിനെതിരെ കുറേ ടീം വന്നിട്ട് ഡയലോഗ് ഇറക്കിയിട്ടുണ്ട്. എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ അവരുടെ നാട്ടിൽ ഒരു പരിപാടി അവതരിപ്പിക്കുകയാണ്, ഒരു ഭജന അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ പള്ളിയുടെ ഗ്രൗണ്ടിലാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഭജന നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല. സാധാരണ ഭജന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഭജന നടക്കുക. അപ്പോൾ ഈ ഒരു ഭജന നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല, പുറത്തൊരു സ്റ്റേജിലാണ്. ഓക്കെ, അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഇടയിൽ ഈ നിങ്ങൾ കേട്ട പോലെ ഇവരെന്ത് ചെയ്തു, ഈ പറയുന്ന പള്ളിക്കാരോടുള്ള ഒരു ആദര സൂചകമായിട്ട് ഒരു ഗാനം ആരംഭിക്കുകയാണ്. യേശുദാസ് പാടിയിട്ടുള്ളൊരു ഗാനമാണ്. ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്തീയ ഭക്തി ഗാനമാണെന്നോ അല്ലെങ്കിൽ ഇതൊരു ഭജന സോങ് അല്ല എന്നുള്ളതൊന്നും പോലും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ഇവർ ഒന്നും പറയാതെ ഈ ഒരു പാട്ട് പാടുകയായിരുന്നെങ്കിൽ ഈ പറയുന്ന നമുക്കാർക്കും ചിലപ്പോൾ ഇതൊരു ക്രിസ്തീയ ഭക്തിഗാനമാണെന്നോ അല്ലെങ്കിൽ ഇതൊരു ഭജനപ്പാട്ടല്ല എന്നുള്ളതും ആർക്കും മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇത് അവിടുത്തെ നാട്ടുകാർക്കോ പള്ളിക്കാർക്കോ അമ്പലംകാർക്കോ ആർക്കും യാതൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പക്ഷേ തലമൂത്ത നമ്മുടെ കുറച്ച് മതം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന കുറച്ച് ആളുകൾക്ക് ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അതായത് ഭജനയിൽ ക്രിസ്തീയ ഭക്തിഗാനമോ, എന്തൊരു ധൈര്യമാണ് നിനക്ക്, അതാണ് ചോദ്യം. ഇതിപ്പോൾ ഈ പാട്ട് പാടിയത് നന്ദഗോവിന്ദ ഭജൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല പരിപാടികളിലും ഭജനയിലല്ല, കാരണം ഈ ഭജന എന്ന് പറയുന്നത് സാധാരണ അമ്പലത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ക്രിസ്തീയ ഭക്തിഗാനം പാടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പുറത്ത് നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഒരു ഭജനേൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് പാടുക, അല്ലെങ്കിൽ ഭജന എന്നല്ല ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു പക്ക ഭജന എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഒരു അമ്പലത്തിലൊക്കെ നടക്കുന്ന ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ പക്ക എല്ലാം ചിലപ്പം ഭക്തിഗാനങ്ങളായിരിക്കും പാടുന്നുണ്ടാവാം. അല്ലാത്ത പരിപാടികളിൽ ഭജന എന്ന് പറഞ്ഞിട്ട് സ്റ്റേജ് പ്രോഗ്രാം ഇവർ നടത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടുവി, ഇതൊക്കെ സിനിമ പാട്ടാണ്. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇവർ പാടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ അമ്പലത്തിൻ്റെ പരിപാടി തന്നെയാണ്, പക്ഷെ അത് പുറത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതേപോലെ ഇവർ ജനിച്ചു വളർന്ന നാട്ടിലത്തെ പള്ളിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തീയ ഒരു ഭക്തിഗാനം പാടി. അതിനിപ്പോൾ എന്താണ്, ശ്രീ ശശികല ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹത് വ്യക്തിയുണ്ടല്ലോ, അതായത് ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടിയിട്ട്, ഹിന്ദുക്കളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ശശികല ടീച്ചർ വന്നിട്ട് ഘോരഘോരം പ്രസംഗിച്ചു. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഭജനേൻ്റെ ഉള്ളിൽ പാടാൻ പാടില്ല, നിങ്ങൾ വന്ന വഴി മറക്കാൻ പാടില്ല. എന്ത് വന്ന വഴി, ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഇവിടെ ഹിന്ദുക്കൾക്ക് എന്താണ് പ്രശ്നം പറ്റിയിട്ടുള്ളത്? നമ്മളും ഭജനയെല്ലാം പാടാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. ഭജന പാടുന്ന രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് പാടുന്ന ടൈപ്പുണ്ട്. ഓക്കെ, അല്ലാതെ നമ്മൾ പുറത്ത് പോയിട്ട് പാടുന്ന സംഭവങ്ങളുണ്ട്. അതായത് ഗാനമേള അല്ല ഭജനയല്ല ഗാനമേള. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന നന്ദഗോവിന്ദൻ ഭജൻസ് ചെയ്യുന്നത് പോലെ എല്ലാ പാട്ടുകളും മിക്സ് ചെയ്ത് അവരുടേതായിട്ടുള്ള രീതിയിൽ പുറത്തിരുന്ന് പാടാറുണ്ട്. അതേപോലെ കണ്ടാൽ പോരെ, ഇത് അമ്പലത്തിലെ ദേവന്മാർക്കോ അല്ലെങ്കിൽ ദേവിമാർക്കോ വേണ്ടിയിട്ട് പാടിയൊരു പാട്ടല്ല. അപ്പം ഇവരെ കുറച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെ കുറച്ച് താളം അടിച്ചിട്ടുണ്ടെങ്കിൽ
കുറച്ച് നാൾ ഇപ്പോൾ കാണാണ്ടിരുന്നൊരു ടീച്ചറാണ് ശശികല ടീച്ചർ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആരൊക്കെയോ, നമ്മളൊന്നുമല്ല, ആരൊക്കെയോ വിശകല ടീച്ചർ എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം ഇവർ പറയുന്നതല്ല ഇതേപോലുള്ള ഭയങ്കര മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഡയലോഗുകളായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവരെ കുറേ നാളായിട്ട് ഇപ്പോൾ കാണാനില്ലായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം ഇവരെ കിട്ടിയപ്പോൾ, ഇവരെ നന്ദഗോവിന്ദം ഭജൻസിനെ കിട്ടിയപ്പം അവരൊരു ഇരയായിട്ട് കണ്ട് നൈസായിട്ട് ചാമാൻ വേണ്ടി നോക്കി. പക്ഷേ ഇതേ അമ്പലം, അതായത് ഇവരെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ള അവരുടെ നാട്ടുകാരായിട്ടുള്ള ആ ഒരു അമ്പലം അതായത് ആ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഈ നാട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് എല്ലാ പരിപാടിക്കും എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും വന്ന് ഒത്തൊരുമയോട് നടക്കുന്ന ഒരു ഒരു പ്രദേശമാണ് ഇത് എന്നുള്ള രീതിയിൽ അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേപോലെ ഇതിൻ്റെ വാലയെ പിടിച്ച്, അതായത് ശശികല ടീച്ചറുടെ വാലയെ പിടിച്ചുകൊണ്ട് കുറേ ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി നടക്കുന്ന കുറേ ടീം വന്നിട്ട് ഇവരെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ഇതൊക്കെ വെറുതെ വൈറലാവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് നമുക്കറിയാം. പിന്നെ കുറേ പേര് കുറേ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഭജന എന്ന് പറയുന്നത് വേറെയാണ്, ഗാനമേള എന്ന് പറയുന്നത് വേറെയാണ്. അതിനുള്ള ഉത്തരമാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ഒരു പക്ക ഭജനയാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഭജന അവതരിപ്പിക്കുന്ന ടീമായതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഇവർ നടത്താൻ വേണ്ടി പോകുന്ന പരിപാടിയുടെ അതിൻ്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ആ നാട്ടുകാരനായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുകാരായിട്ടുള്ള ഇവരെ വിളിച്ചു വരുത്തി, അതാകുമ്പോൾ കുറച്ച് ആളുകൾ അറിയുമല്ലോ, അതിനുവേണ്ടി നടത്തിയിട്ടുള്ള അമ്പലത്തിന് പുറത്ത് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിൻ്റെ ഉള്ളിൽ ഇവരൊരു ഭജൻസ് എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട് വേറെ പാട്ടുകൾ പാടാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. ഇവർ എത്ര പാട്ടുകൾ പാടുന്നു, എത്ര സിനിമാ പാട്ടുകൾ പാടുന്നു, അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിയെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തീയ ഭക്തിഗാനമാണെന്ന് അത് അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളെപ്പോലെ ഇത് കേട്ടാൽ മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ട്, ഇത് ക്രിസ്തീയ ഭക്തിഗാനമാണെന്ന് മനസ്സിലാകാത്തവർ. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇപ്പം ശശികല ടീച്ചറും ഈ പറയുന്ന പോലെ ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി നടക്കുന്നവരെല്ലാം വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മുടെ നാടൊക്കെ പണ്ടത്തെ പോലെ അല്ല മനുഷ്യ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോൾ ഹിന്ദുക്കളുടെ പരിപാടിക്ക് ക്രിസ്ത്യാനികളും മുസ്ലിംസും വരുന്നു, മുസ്ലിങ്ങളുടെ പരിപാടിക്ക് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും പോകുന്നു. ഇതൊക്കെ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഞാൻ ഉദാഹരണം കാണിച്ചാൽ നമ്മുടെ സ്വന്തം നാട്ടിലെ അമ്പലത്തിലെ ആറാട്ടിന്, അതായത് ഉത്സവത്തിൻ്റെ സമയത്ത് ആറാട്ടുത്സവത്തിൻ്റെ സമയത്ത് ആറാട്ടുത്സവമില്ലേ, അതിന് നമ്മുടെ നാട്ടിലെ മഖാമിലെ ആളുകൾ വന്നു നിന്നുകൊണ്ട് ഈ പറയുന്ന ആറാട്ട് ആന എഴുന്നള്ളുന്ന സമയത്ത് എന്തൊരു അടിപൊളിയായിട്ട് എന്തൊരു ഇതിലാണ് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളിതൊന്ന് കണ്ടു നോക്കും. നമ്മുടെ നാട്ടിൽ എൻ്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. ഇതാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ വന്നിട്ട് അയ്യോ പാട്ടുപാടി നമ്മുടെ വ്രണപ്പെടുത്തിയ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പരിപാടി നിങ്ങളൊന്ന് കണ്ടു നോക്കും. അസ്സലാമലൈക്കും. പിന്നല്ലേ പുളിങ്ങ ക്ഷേത്രത്തില് ആറാട്ട് കഴിഞ്ഞിട്ട് ആന വരുന്നുണ്ട്. നമുക്കെന്നാ കാഴ്ച കണ്ടോക്കിയാലോ. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി, അന്യോന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായ വിരിക്ക്. പാടപ്പോട് പിരിശത്തില് നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. ഇതാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന പരിപാടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ്. അത് എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടുവരുന്നത് ഈ ഒരു രീതിയാണ്. അതായത് നമ്മുടെ അമ്പലത്തിലെ ആറാട്ടിന് ഈ പറയുന്ന മഖാമിൽ പോയിട്ട് ഇതേപോലെ അവിടെയുള്ള ആളുകളുടെ നിന്ന് ഉസ്താദന്മാരുടെ നിന്നെല്ലാം ഇത് മേടിച്ചിട്ട് പോകുന്ന ഒരു ആറാട്ട് ഘോഷയാത്രയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന മഖാം ഉറൂസിൻ്റെ സമയത്ത് നമ്മളടക്കമുള്ള എല്ലാവരും പോയിട്ട് ഈ പറയുന്ന മഖാമിൽ കയറുകയും അവിടെ നേർച്ചകൾ വെക്കുകയും പിന്നെ അവിടുത്തെ ഒരു അപ്പമുണ്ട്, ആ അപ്പം മേടിച്ച് കഴിക്കുകയും, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികളാണ്. ഓക്കെ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇത് മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അയ്യോ പാട്ട് പാടിയേ, ഒരു പാട്ടല്ലടോ, ഒരു പാട്ടല്ലേ, പാടിക്കോട്ടില്ലേ, അതിനെന്താണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഓക്കെ ഈ പറയുന്ന പൂജ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭജന അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സമയത്തോ ഒക്കെ പാടുന്നതാണെങ്കിൽ നമുക്ക് പറയാം, കുറ്റം പറയാം. ഓക്കെ ശരി.
ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ക്രിസ്തീയ പദ്യഗാനം പാടി എന്നൊക്കെ പറഞ്ഞിട്ട് വേണേൽ കുറ്റം പറയാം. പക്ഷേ ഇത് പുറത്ത് നടക്കുന്ന ഒരു പരിപാടി പാട്ടല്ലേ. എന്തിനേറെ പറയുന്നത് നമ്മുടെ ശബരിമലയിൽ അയ്യപ്പനെ ഉറക്കാൻ വേണ്ടിയിട്ട് പാടുന്ന ഹരിവരാസനം പാടുന്ന ആരാണ്? ക്രിസ്ത്യനായിട്ടുള്ള യേശുദാസ്. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ദൈവങ്ങൾക്ക് എന്ത് മതം, എന്ത് ജാതി, ആരെന്ത് പാടിയാൽ എന്ത്, എന്താക്കിയാൽ എന്ത്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഇതിനെ വലിയ പ്രശ്നമായിട്ടും കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് ഇത് കേട്ടിട്ട് ഈ സൈഡിലൂടെ വിടുകയും ചെയ്യാം. അപ്പോൾ ഈ പ്രശ്നമാക്കുന്ന ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വൈറലാകാം എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. ഓക്കെ, ഇതാണ് പറയുന്നത്. ഒരാൾ നല്ലത് പറഞ്ഞ് ഒരാഴ്ച പോലും കൊണ്ട് അവരെ എടുത്ത് താഴത്തിടാൻ വേണ്ടി ചെറിയൊരു ഇത് മതി. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആ സംഭവമാണ്. കഴിഞ്ഞ ആഴ്ച വരെ നന്ദഗോവിന്ദം ഭജൻസിനെ പൊക്കി അടിച്ച് നടന്നവർ കുറച്ച് ആളുകളെങ്കിലും ഈ ആഴ്ച ആയപ്പോഴത്തേക്ക് അവരെ എടുത്തിട്ട് താഴെ ഇട്ടു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.